ഏറ്റവും വലിയ ബലം മനസ്സിന്റെ ബലമാണ്. മനസ്സിന്റെ ബലം. സ്തോത്രം. അത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പദങ്ങളുണ്ട്. എഫേസ്യലേഖനത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അമിത ബലം. ബലം എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയാണ്. മനോബലം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യമല്ല, മനസ്സിന്റെ ശക്തിയാണ്. മനോബലമില്ലെങ്കിൽ ഒന്നിനും കൊള്ളിയാൽ. ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ മനോബലം, യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം മനോബലം ഏറ്റവും അധികം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രായമാണ് യൗവനം. എത്രയോ പേര് ഈ കാലഘട്ടത്തിൽ മനസ്സിന്റെ ബലക്കുറവ് കൊണ്ട് ഭീരുക്കളായി. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മനസ്സിന്റെ ബലം കളയുക. ജയപരാജയങ്ങളൊക്കെ ഈ ലോകത്തിലുള്ളതാണ്. എല്ലാത്തിനും ജയിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ എപ്പോഴും ഒത്തുനിരിക്കുകയില്ല. പക്ഷെ അവിടെ മനസ്സിന്റെ ബലം നമ്മളെ പിടിച്ചു നിർത്തണം. കർത്താവിൽ ബലപ്പെടണം. ബൈബിൾ നമുക്ക് തരുന്ന ആശയം, നിനക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തിടത്ത് കർത്താവിൽ ബലപ്പെട്ടോളണം. ദൈവവചനത്തിൽ ബലപ്പെടണം, പ്രാർത്ഥനയിൽ ബലപ്പെടണം, പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കണം. അല്ലാതെ സ്തോത്രം, കൊച്ചു കാര്യം വരുമ്പോഴത്തേക്ക് ആകപ്പാടെ മൂടുക്ക നമുക്ക് മാറാം മനുഷ്യനായതിന്റെ പേര്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും ദിവസവും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവ്, ഏത് വിഷയത്തെ അഭിമുഖീകരിപ്പാൻ എനിക്ക് മനസ്സിന് ധൈര്യം നൽകണം. തമ്മിത്തല്ലും വഴക്കും കത്തിക്കുത്തൊന്നും അല്ല പറയുന്നത് കേട്ടോ. നമ്മള് ജീവിതത്തിൽ എതിർക്കുന്നത് പൈശാചിക ശക്തികളോടാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടി തെറ്റിക്കാനുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന